So നമ്മൾ ഇന്നലെ MTP ഡിസ്കഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ആ നിർത്തിയൊന്നും കണ്ടിന്യൂ ചെയ്യാം. Question number 93. Daily demand for calculators is having the following probability distribution. Determine the variance of the demand. അപ്പോൾ വേരിയൻസിൻ്റെ ഒരു ഇക്വേഷൻ നമ്മുടെ ഈ ഡിസ്കഷനിലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു ഡെറിവേഷൻ പോലെ ഒരു ക്വസ്റ്റൻ ഒക്കെ വന്നിട്ടുണ്ട്. സോ അവിടെ യൂസ് ചെയ്ത വേരിയൻസിൻ്റെ ഇക്വേഷൻ നമുക്കൊന്നുകൂടെ എഴുതാം. വേരിയൻസിൻ്റെ ഇക്വേഷൻ വരുന്നത് വേരിയൻസ് ഇസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ variance is equal to e of x square minus e of x the whole square. E of x in expectation of x square minus expectation of x the whole square. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് യു വിൽ ബി ഹാവിംഗ് ദ പ്രിന്റഡ് പേപ്പർ വരും. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റഡ് ഫോം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിൽ തന്നെ എന്ത് ചെയ്യാം, എക്സിന്റെ സ്ക്വയർ ചെയ്യുന്ന വാല്യൂസ് സൈഡിൽ എഴുതാം. സോ മനസ്സിലാൻ വേണ്ടി കളർ മാറ്റിയതാണ്. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36. ചെറിയ ചെറിയ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതോടെ എഴുതി വെക്കാം. And then multiply this. ഇത് രണ്ടും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യാം. ജസ്റ്റ് യൂസ് ദ കാൽക്കുലേറ്റർ ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന് നമുക്ക് വലിയ നമ്പേഴ്സ് ആണെങ്കിൽ സ്ക്വയർ ചെയ്യാനും കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് ഡയറക്റ്റ്ലി സ്ക്വയർ ചെയ്തിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 0.1 equal to m plus 4 into 0.15 equal to m plus 9 into 0.2 equal to m plus 16 into 0.25 equal to m plus 25 into 0.18 equal to m plus 36 into 0.12 equal to m plus. എല്ലാം കൂടെ അടിച്ച് MR ചേർത്തിട്ടുണ്ടെങ്കിൽ it should be getting the value of 15.32 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് വരിക. 15.32 എന്നുള്ള വാല്യൂ വരും. ജസ്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി, വാല്യൂ കിട്ടും. ആൻഡ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ സ്ക്വയർ എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവർ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഇതേപോലെ കാൽക്കുലേറ്ററിൽ ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ മെമ്മറി ക്ലിയർ ചെയ്യാം. 1 into 0.1, 1 into 0.1 m plus 2 into 0.15 m plus 3 into 0.2 m plus 4 into 0.25 m plus 5 into 0.18 m plus 6 into 0.12 m plus. ഇതെല്ലാം കൂടെ അടിച്ചിട്ട് MRC ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 3.62. അത് ഇതേപോലെ നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേഷൻസ് ഒരിക്കലും ചെയ്തെഴുതരുത്. പ്ലീസ് യൂസ് എ കാൽക്കുലേറ്റർ. കാൽക്കുലേറ്ററിനെ ഉപയോഗിച്ച് ചെയ്യണം. ഡയറക്റ്റ് നമ്മളായിട്ട് ടേബിൾ ഒന്നും ഉണ്ടാക്കിയത് കാൽക്കുലേഷൻസ് ആയിട്ട് ചെയ്യരുത്. ഇതിന്റെ ജസ്റ്റ് സ്ക്വയർ ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ 3.62ന്റെ സ്ക്വയർ ഒന്ന് മൈനസ് ചെയ്യണം. സോ 3.62 ഇൻറ്റു ഈക്വൽ ടു സ്ക്വയർ വരുന്നു. അതിന് നമുക്ക് m മൈനസ് ഇടാം. 15.32 m പ്ലസ് ഇടാം. MR അടിച്ചു കഴിഞ്ഞാൽ യു ബി ഗെറ്റിംഗ് ദ വാല്യൂ 2.2156 എന്നാണ് വരിക. അപ്പോൾ അതിൽ ഏറ്റവും നിയർ ബൈ ആൻസർ ഉള്ളത് ഓപ്ഷൻ സി നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഇത് വേരിയൻസിന്റെ ഇക്വേഷൻ നമുക്ക് എക്സസൈസിലുള്ള ക്വസ്റ്റിന് സിമിലർ ആണ്. ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഹൗ വി ഡു ഇറ്റ്. ആ ക്വസ്റ്റ്യനിൽ തന്നെ സൈഡിൽ സ്ക്വയറിന്റെ വാല്യൂ എഴുതിയിട്ട് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. One card is drawn from a pack of 52. What is the probability that it is a king or a queen? King ആവാനും ക്യൂൻ ആവാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചത്. അപ്പോൾ കാർഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം. കാർഡിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത് കാർഡിന്റെ നമ്പർ ഓഫ് കാർഡ്സിന്റെ ബേസ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻസ് അറിയാം. 52 കാർഡ്സിനെ നമ്മൾ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്, സ്പേഡ്, ഇങ്ങനെ നമുക്ക് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓരോന്നിലും 13 കാർഡ്സ് ഉണ്ടാവും. ഇതിൽ നമ്പർ കാർഡ്സ് ആയിട്ട് 9 ഉണ്ടാവും. ഫേസ് കാർഡ് ആയിട്ട് 4 ഉണ്ടാവും. ഈ ഫേസ് കാർഡിൽ വരുന്നതാണ് എന്ത്, ആസ്, കിങ്, ക്യൂൻ, ജാക്ക്, ഇങ്ങനെ 4 കാർഡ്സ് ആണ് ഫേസ് കാർഡ് വരിക. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഇത് ഓരോന്നിലും ഉണ്ടോ അങ്ങനെ. സോ ക്വസ്റ്റ്യൻ ഇസ് ഇറ്റ് ഇസ് എ കിങ് ഓർ എ ക്വീൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ കിങ് നമ്മൾ ഈ പറയുന്ന ഓരോ കാറ്റഗറിയിലും ഈ പറഞ്ഞ പോലെ 4 വെച്ച് വരുന്നുണ്ട്. 4 കിങ് ഉണ്ടാവും. നമ്പർ ഓഫ് കിങ്സ് വിൽ ബി 4. കിങ്സിന്റെ എണ്ണം ടോട്ടലായിട്ട് എല്ലാത്തിലും ഓരോന്ന് വെച്ചിട്ട് എടുക്കുമ്പോൾ 4 വരും. സോ കിങ് എടുക്കാനുള്ള പ്രോബിലിറ്റി ഫേവറബിൾ, പ്രോബിലിറ്റിയുടെ ബേസിക് റിലേഷൻ ഫേവറബിൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ ആണ് പ്രോബിലിറ്റിന്റെ ബേസിക് ഡെഫിനേഷൻ. അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിങ്സ് മൊത്തത്തിൽ ഓരോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 4 കിങ്സ് വരുന്നുണ്ട് ബൈ ടോട്ടൽ 52. ഇപ്പോൾ കിങ്സിന്റെ പ്രോബിലിറ്റി 4/52. ഓർ എ ക്വീൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ക്വീന്റെ പ്രോബിലിറ്റി. ക്യൂന് ഇതേപോലെ എല്ലാത്തിലും ഓരോന്ന് വരുന്നുണ്ട്. അഗൈൻ യു വിൽ ബി ഹാവിംഗ് 4 ക്വീൻസ്, 4/52. സോ ഇതിന്റെ ആൻസർ 4/52 പ്ലസ് 4/52 ദാറ്റ് ഈസ് 8/52. നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 2/4 into 13 ആണ്
ജസ്റ്റ് നോക്കാം. 4 into 13 52 സോ 2/13 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരും. ഓക്കെ, we move to the next one. R is a set of real numbers such as a function from R to R and G is another function from R to R defined by f of x is equal to x square plus 3x plus 1. G of x is equal to 2x minus 3. You are asked to find f of G, composite function. ഇപ്പോൾ എഫ് ഓഫ് ജി എന്നുള്ളത് വളരെ സിമ്പിളായ ഒരു സംഭവമാണ്. ഇത് നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ജി എന്നുള്ള ഫംഗ്ഷൻ എടുക്കണം. എഫ് ഓഫ് എക്സിന് പകരം ജി എന്നുള്ള ഫംഗ്ഷൻ എടുക്കണം. അപ്പോൾ എക്സിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ ജി 2x മൈനസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സിന്റെ പ്ലേസിൽ 2x മൈനസ് 3 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 2x മൈനസ് 3 പ്ലസ് 3 into 2x മൈനസ് 3 പ്ലസ് 1 എന്നായിട്ട് മാറും. ഇതൊന്ന് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഉപയോഗിച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ 4x സ്ക്വയർ 2 into 2 4 into 3 2ab എന്നുള്ള മൈനസ് 2ab യൂസ് ചെയ്യുന്ന സമയത്ത് 2 into 3 6 ഇവിടെ 12x വരും പ്ലസ് ബി സ്ക്വയർ 9. അടുത്ത ടേം ഇത് ഫസ്റ്റത്തെ ഇതിൻ്റെ a മൈനസ് ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ എഴുതിയതാണ്. എന്നാൽ 3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 into 2 6x വരും 3 into 3 മൈനസ് 9 പ്ലസ് 1. അപ്പോൾ ഇതിൽ കുറച്ച് ടേംസ് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. ഈ 9ഉം 9ഉം ക്യാൻസൽ ആയിട്ട് പോകും. ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് വാട്ട് ഇസ് റിമൈനിങ് എന്നുള്ളത് നോക്കാം. 4x സ്ക്വയർ അവിടെ ഉണ്ടാവും. മൈനസ് 12xും നമ്മൾ ഈ പറയുന്ന 6xും കൂടെ എടുത്തു കഴിഞ്ഞാൽ മൈനസ് 6x ബാക്കിയുണ്ടോ. ആൻഡ് ദെൻ യു ആർ ഹാവിംഗ് 1. സോ ആൻസർ ഇസ് 4x സ്ക്വയർ മൈനസ് 6x പ്ലസ് 1. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. സോ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ക്ലാസ്സിൽ പറയുന്ന എക്സാമ്പിൾ ജസ്റ്റ് ലൈക്ക് ഐസ്ക്രീം ഷേക്ക്. ഐസ്ക്രീം എടുക്കുക എന്നിട്ട് ഷേക്ക് അടിക്കുക. അപ്പോൾ അത് ഐസ്ക്രീം ഷേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന 2x മൈനസ് 3 എടുത്തിട്ട് അടുത്തതിൽ കൊടുക്കുക. ഇതിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് വൺ. ഓക്കെ, question number 96. In a town of 20,000 families, is found that 40% family buy newspaper, 20% by newspaper buy, and 10% by newspaper B, 5% by AB, 3% by BC, 4% by JC, 2% by all the three. Then the number of families is by only A. അപ്പോൾ ഈ പ്രോബബിലിറ്റിയിൽ വരുന്നൊരു കേസാണിത്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം. ഐദർ ബൈ ഡൂയിങ് ഇറ്റ് യൂസിങ് ഇക്വേഷൻ ഓർ ബൈ സോൾവിങ് ഇറ്റ് യൂസിങ് വെൻ ഡയഗ്രാം. അപ്പം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞൊരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാന്നുള്ളതും ഇതേപോലെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വെൻ ഡയഗ്രാം ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. സോ വിൽ ബി ഡ്രോയിങ് വെൻ ഡയഗ്രാം. 3 പേരുള്ളതുകൊണ്ട് 3 സർക്കിൾസ് വരച്ചു വെക്കാം. വളരെ ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് നമുക്ക് 3 സർക്കിൾ വരച്ചു വെക്കാം. ആൻഡ് ദെൻ വെൻ യു ഫില്ലിംഗ് ഇറ്റ് യു ഹാവ് ടു ഫിൽ ഫ്രം ദ സെന്റർ. ഏറ്റവും സെന്ററിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് പുറത്തേക്ക് വരണം. ഓക്കെ, അപ്പോൾ അത് വെൻ ഡയഗ്രാം വരയ്ക്കേണ്ട കേസാണ്. എങ്ങനെ മനസ്സിലായത്? Because you are asked to find the number of families which by only A. Only A എന്നുള്ളത് സ്പെസിഫിക് ആണ്. That is why we are drawing Venn diagram. ഇപ്പോൾ Venn diagram വരയ്ക്കുമ്പോൾ സ്പെസിഫിക് അത് മനസ്സിലായി Venn diagram വരച്ചു തുടങ്ങി കഴിഞ്ഞാൽ we have to solve the problem from the bottom side. ലൈക്ക് താഴെന്ന് മുകളിലേക്ക് ചെയ്തു വരണം. ഇക്വേഷൻ ആണെങ്കിൽ 3 താഴത്തേക്കും, Venn diagram ആണ് താഴെന്ന് മുകളിലേക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ താഴെന്ന് മുകളിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ 20% by only 3 by all 3. ഇപ്പോൾ സെൻറ്ററിൽ 2 എന്ന് വരും. അപ്പോൾ ഏറ്റവും ബാക്കിലെ സെന്റൻസ് ആണ് മുകളിലേക്ക് കയറി വരിക. അത് സെൻറ്ററിൽ ഫില്ല് ചെയ്യും. 2% by all 3. ഇവിടെ നമുക്ക് ജസ്റ്റ് നമ്പർ ഇട്ട് ABC എന്നുള്ള പേര് എഴുതി കൊടുക്കാം. അതിന്റെ മുകളിലേക്കുള്ള സെന്റൻസ് വായിച്ചേ. 4% by A and C. A and C എന്ന് പറയുന്ന ഏതാ സെക്ഷൻ? A and C എന്ന് പറയുന്നത് ഇതാണ് ഞാൻ സെക്ഷൻ. A and C എന്നുള്ള സെക്ഷനിൽ 4 ആണ് എടുക്കേണ്ടത്. അതിൽ 2 ഓൾറെഡി നമ്മൾ എടുത്തു. സോ വാട്ട് ഇസ് റിമൈനിങ്? 2 more. ഓക്കെ, അപ്പോൾ A and C ടോട്ടൽ ഇപ്പോൾ 4 ആയല്ലോ. അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. Now we are having 3% by B and C. B and C എന്നുള്ള സെക്ഷൻ, ഈ സെക്ഷനാണ് B and C. അതിൻ്റെ ടോട്ടൽ 3 ആണ്. അതിൽ 2 ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ 1 അവിടെ കൊടുക്കാം. ഇനി മുകളിലേക്ക് നോക്കിയാൽ 5% by A and B. ഈ സെന്റൻസ് 5% by A and B. A and B എന്നുള്ള ഈ സെക്ഷനിൽ ഇതാണ് A and B എന്നുള്ള സെക്ഷൻ. ഈ സെക്ഷൻ A and B എന്നുള്ള സെക്ഷൻ ഇതാണ്. ഈ A and B എന്നുള്ള സെക്ഷനിൽ 5 ആണ് എടുക്കുന്നത്. 2 ഓൾറെഡി സെന്ററിൽ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ ബാക്കി 3 വരും. ഇനി നമ്മളിത് ചോദിച്ചിരിക്കുന്നത് വി വോണ്ട് ടു ഫൈൻഡ് ഓൺലി എ. ഓൺലി എന്ന് പറയുന്നത് ഏതാ സെക്ഷൻ? ഓൺലി എ എന്ന് പറയുന്നത് ഇതാണ്. ഓൺലി എ മാത്രം, വേറെ ആരെയും പറ്റില്ല. എ മാത്രം. ഈ സെക്ഷനാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എയുടെ ടോട്ടൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബാക്കി പുറത്ത് ആ സർക്കിളിനുള്ളിൽ ടോട്ടൽ ഇവിടെ തന്നിട്ടുണ്ടാവും. 40% എ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 40% ടോട്ടൽ സർക്കിൾ ഉള്ളതാണ്. ആ 40%ൽ ഇവിടെ ഒരു 3 പുറത്ത് ചാടിയിട്ടുണ്ട്, ഒരു 3 പുറത്ത് ചാടിയിട്ടുണ്ട്, 2 പുറത്ത് ചാടിയിട്ടുണ്ട്, ഇവിടെ 2 പുറത്ത് ചാടിയിട്ടുണ്ട്. സോ ഓൾ ടുഗെദർ ഹൗ മച്ച് ഇസ് ലെഫ്റ്റ് ഔട്ട്? ആ ടോട്ടൽ 40ൽ 7
ഈസ് ഔട്ട്സൈഡ്. ഇപ്പോൾ ബാക്കി ഇവിടെ എത്ര ഉള്ളത്? 33% ആണ്. ഓൺലി എ. ദിസ് ഇസ് ഓൺലി എ. അപ്പോൾ പെർസെൻറ്റേജിൽ നമുക്ക് കിട്ടി, അതിനെ നമുക്ക് ആൻസറിലേക്ക് നമുക്ക് മാറ്റാൻ പെർസെൻറ്റേജിന് ടോട്ടൽ നമ്പർ എത്ര 20,000 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ സീറോസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 33 × 2 66 2 0 ഇട്ടാൽ നമുക്ക് ആൻസർ ഓപ്ഷൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ യു സോൾവ് പ്രോബ്ലം യൂസിങ് വെൻ ഡയഗ്രംസ്. ആൻഡ് വെൻ ഡയഗ്രംസ് വരയ്ക്കുന്നത് ഓൺലി വെൻ യു ഹാവ് ടു ഗെറ്റ് എ സ്പെസിഫിക് വാല്യൂ. ഓക്കെ. Given the function f of x is equal to 2x plus 3, find the value of f of 2x minus 2 and f of x plus 3. So, ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ പോലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, വേർ യു ഹാവ് ടു ജസ്റ്റ് റീപ്ലേസ് ഇറ്റ്. ഇവിടെ എഫ് ഓഫ് എക്സ്, ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് 2x ചോദിക്കുന്ന സമയത്ത് എഫ് ഓഫ് 2x മൈനസ് 2 എഫ് ഓഫ് എക്സ് പ്ലസ് 3 ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് എന്നുള്ള 2x പ്ലസ് 3 എന്ന് മോഡ് തന്നിട്ടുണ്ട്. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് എഫ് ഓഫ് 2x മൈനസ് 2 എഫ് ഓഫ് എക്സ് പ്ലസ് 3. അപ്പോൾ ഇതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് is 2x plus 3. എഫ് ഓഫ് 2x എടുക്കുന്ന സമയത്ത് ദാറ്റ് വിൽ ബി എക്സിന് പകരം നമ്മൾ 2x എഴുതണം. എക്സിന് പകരം 2x എഴുതണം. 2 × എക്സിന് പകരം 2x. ഇതാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ നമ്മൾ എക്സിന് പകരം 2x എന്ന് കൊടുക്കുമ്പോൾ 2 × 2x plus 3 എന്നുള്ളതാണ് ആദ്യത്തേത് വരും. സോ എഫ് ഓഫ് 2x എന്തായിട്ട് മാറും? 2 × 2x plus 3 മൈനസ് 2 × എഫ് ഓഫ് എക്സ് ഇവിടെ ഉള്ള ഫംഗ്ഷനാണ്. ദാറ്റ് ഇസ് 2x plus 3 പ്ലസ് 3. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 × 2x 4x ആവും, പ്ലസ് 3 വരും. ഇവിടെ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് മൈനസ് 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് 4x, മൈനസ് 2 × 3 is മൈനസ് 6 പ്ലസ് 3. സോ ഇവിടെ 4x-ഉം 4x-ഉം ക്യാൻസൽ ആയിട്ട് പോകുന്നുണ്ട്. ദിസ് വിൽ ഗെറ്റ് ക്യാൻസൽ. 6 പ്ലസ് ഇവിടെയും എല്ലാം ക്യാൻസൽ ആവും. ആൻസർ വിൽ ബി 0. സിമ്പിൾ, ഒരു കൈൻഡ് ഓഫ് സിംപ്ലിഫിക്കേഷൻ ആണ്. ഫംഗ്ഷൻസിൽ വരുന്നതാണ്. ഫംഗ്ഷൻ ഓഫ് എക്സ് 2x പ്ലസ് എ ആണെങ്കിൽ ഫംഗ്ഷൻ ഓഫ് 2x ആണ് എന്താ എക്സിന്റെ സ്ഥലത്ത് 2x കൊടുക്കുന്നത്. സോ ഓക്കെ. Now these three terms are in AP. Find the value of x. 3 terms AP ൽ തന്നിട്ടുണ്ട്. AP ലാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. If the terms are in AP, 3 terms ABC AP ലാണെങ്കിൽ B should be equal to A plus C by 2. അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന 2B is equal to A plus C. ഇതൊരു ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്ത് വെക്കണം. 3 terms AP ലാണെങ്കിൽ ABC 2B is equal to A plus C. ഇവിടെ സെൻട്രൽ ടേം നമ്മൾ ഇതിനെ ABC എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 2 × 3x should be equal to ആദ്യത്തേൻ്റെയും രണ്ടാമത്തേൻ്റെയും സമ്മ് പ്ലസ് 4x plus 2. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 6x is equal to ഇവിടെ 5x plus 3 എന്ന് വരും. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എക്സിന് അങ്ങോട്ട് കൊണ്ടുവന്നാൽ 5x അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 6x minus 5x x is equal to 3. ആൻസർ x is equal to 3. ഓക്കെ. ഇപ്പോൾ ആ ഷോർട്ട് കട്ട് ഓർക്കണം. എപ്പോഴും AP ലാണെങ്കിൽ മിഡിൽ ടേം ഡബിൾ ഓഫ് മിഡിൽ ടേം സം ഓഫ് ദ 2 ടേംസ് ഇൻ ദ എക്സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 99. Divide 144 into 3 parts which are in AP. So the largest is twice the smallest of these 3 numbers are. The 3 terms ഉണ്ട്. That sum is equal to 144. 3 terms ഉണ്ട്. അതിന്റെ sum 144 ആണ്. 3 നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. Such that condition നോക്കാം. Largest is twice the smallest. Largest is twice the smallest. അപ്പോൾ ഇവിടെ the smallest is the largest ആണെങ്കിൽ അപ്പോൾ നമ്മളിതിനെ എ എന്ന് എടുത്തു. ഞാൻ ഒരു ടേം എടുത്തു, എ എന്ന് എടുത്തു. സോ ലാർജസ്റ്റ് ഇസ് ട്വൈസ് സ്മോളസ്റ്റ് അറിയുമ്പോൾ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യം, 3 നമ്പേഴ്സ് അരിത്മാറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ ദ മിഡിൽ ടേം ഷുഡ് ബി ദ ആവറേജ് ഓഫ് ദീസ് 2 ടേംസ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റണം. കാരണം ഇവിടെ എ അപ്പുറത്ത് 2a എന്ന് എടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിൽ എന്ത് വരണം? അതിന്റെ സമ്മ് വരണം. അപ്പോൾ അങ്ങനെ സമ്മ് വരുമ്പോൾ a plus 2a എന്ന് പറയുമ്പോൾ 3a/2 ഒരു ഫ്രാക്ഷൻ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഐ ജസ്റ്റ് കൺവേർട്ട് ദിസ്. ഇതിനെ ഞാൻ into 2 കൊണ്ട് ചെയ്യാം. into 2 ചെയ്ത് കഴിഞ്ഞാൽ this will be 2a, this will be 4a. ഇതേ ടേം അതേപോലെ ഡബിൾ ആയിട്ട് വരും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്. ഇപ്പോൾ റേഷ്യോന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ റേഷ്യോന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ആ 2a നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറച്ച് അതിന്റെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് മാറ്റി 2a 4a എന്നാക്കി മാറ്റി. അങ്ങനെ ആക്കിയുള്ള ബെനിഫിറ്റ് എന്താ? ഇതിന്റെ രണ്ടിനും കൂടെ ആഡ് ചെയ്ത് എന്താ വരിക? 6a എന്ന് വരും. അതിന്റെ പകുതി എന്താ 3a. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള നമ്പേഴ്സിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി. ഇനി എന്താ പറയുന്നത്? സം ഓഫ് ദീസ് ടേംസ് സം എടുത്തു കഴിഞ്ഞാൽ 2a plus 3a plus 4a that is equal to എന്താ വരുന്നത്? 5 plus 9a is equal to 144. അപ്പോൾ എയുടെ വാല്യൂ എന്തായിട്ട് മാറും? a is equal to 16. ഡിവൈഡ് ചെയ്ത് നോക്കാം. 16 എന്നാണ് വരാൻ നോക്കാം. 144 divided by 9, 1 times 9, ബാക്കി 54, 16 ആണ് വരിക. So you are asked to find the smallest number. Smallest number എന്താണ്? 2a. Smallest number is 2a. That is 32. Okay. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. There are different ways of approaching this question. ഞാൻ ഒരു രീതിയിൽ ഇങ്ങനെയാണ്, ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ,
വേറെ ഏതെങ്കിലും നമ്മൾ എക്സ് എന്ന രീതിയിൽ എടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വിച്ച് എവർ ഇസ് കംഫർട്ടബിൾ ഫോർ യു, ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഏതെങ്കിലും പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ചെയ്യും. ദിസ് ഇസ് വൺ വേ. വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്. വേറൊരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ 3 ടേംസ് നമ്മൾ ഷോർട്ട് കട്ട് 3 ടേംസ് ഇൻ ജി പി തന്നാൽ നമ്മൾ എടുക്കുന്ന ടേംസ് എങ്ങനെയാണ്? എ ബൈ ആർ, എ ആർ, ഇങ്ങനെയാണ് നമ്മൾ ടേംസ് എടുക്കുക. 3 ടേംസ് ഇൻ ജി പി. അതേപോലെ 3 ടേംസ് ഇൻ എ പി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം? എ മൈനസ് ഡി, എ പ്ലസ് ഡി എന്ന് എടുക്കാം. ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്തിട്ട് ചെയ്യാം. സോ ഇഫ് യു ഡൺ ഇറ്റ് യൂസിങ് ദിസ് മെത്തേഡ് ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ, വി ആർ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ്. ഫൈൻഡ് ദ വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n is equal to 10, n is equal to 10, p is equal to 0. Find the variance of binomial distribution with n is equal to p is equal to 0. Variance in equation എന്താണ്? 0 എന്നുള്ളത് എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻ എടുത്തതിലും എന്തോ മിസ്റ്റേക്ക് വന്നാണോ? ഐ തിങ്ക് സംതിങ് ഇസ് റോങ്. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ നോക്കുന്നോടെ. ഞാൻ എടുത്തതിൽ എന്താ ക്വസ്റ്റ്യൻ കൂടെ എടുത്ത സമയത്ത് മിസ്റ്റേക്ക് വന്നാണ്. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. p is equal to 0.3 എന്നാണ്, നോട്ട് 0. p is equal to 0.3. ഓക്കെ, so variance in equation, what is variance? Variance is equal to npq. Variance in equation binomial distribution, variance is npq. p given ആണ് 0.3 and we know that p plus q is equal to 1. p plus q 1 ആണെങ്കിൽ q is equal to 1 minus p എടുത്തു കഴിഞ്ഞാൽ 1 minus 0.3 that is equal to 0.7. ഇതൊക്കെ ഡയറക്ട്ലി എഴുതാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ എഴുതണേ. So n is equal to 10, p is equal to 0.3, q is equal to 0.7. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 21 with a decimal. ആൻസർ 2.1 ആയിട്ട് മാറുന്നുണ്ട്. ആൻസർ 2.1. സോ എന്തായാലും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ്സായി കംപ്ലീറ്റഡ്. അപ്പോൾ ഇതിന്റെ ഇനി നമ്മളൊരു കാര്യം നമ്മൾ ഈ പേപ്പർ ഫുള്ള് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ദിസ് ഷുഡ് ആക്ച്വലി ബൂസ്റ്റ് ദ സ്റ്റുഡൻസ് കോൺഫിഡൻസ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊരു ആവറേജ് ക്വസ്റ്റ്യൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ ആണിത്. ദിസ് ഇസ് എൻ ഈസി ക്വസ്റ്റ്യൻ. നമ്മുടെ മുന്നേ ചെയ്തത് ഐ വുഡ് പുട്ട് ദിസ് ആസ് ആൻ ഒരു എബോ ആവറേജ് എന്ന് പറയാനില്ല, ദിസ് എൻ ആവറേജ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം. 3 terms are in AP. This is also a kind of an average question. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് this is a kind of an average question. This also kind of if you are taking time, the above average ഞാൻ ഇടാനുള്ള കാരണം above average question ഇടാം because it might take some time. ഇത് ചെയ്തെടുക്കാൻ maybe കുറച്ച് സമയം എടുക്കാം. f of g is a kind of an average question. This is also kind of an average question. This is also kind of average question. This one you are taking successive votes also kind of an average question. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ മൊത്തത്തിൽ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദി എൻറ്റയർ പേപ്പർ, അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഐ ക്യാൻ സീ ദ സൈസ് ഓഫ് ദ സൊല്യൂഷൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റാർ ഇട്ട ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്. സോ ഒരു 1 2 3 4 5 ക്വസ്റ്റ്യൻസ് ആണ് അപ്രോക്സിമേറ്റ്ലി കുറച്ച് വലുത്, കുറച്ച് ഹൈ ലെവലിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്, വാട്ട് വി നോർമലി സീ. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പറയാറുണ്ട് എപ്പോഴും. ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ഒരു DQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ദെയർ. നമ്മൾ പേപ്പറിൽ കുറേ ക്വസ്റ്റ്യൻസ് 10 ഞാനിപ്പോൾ കൗണ്ട് ചെയ്തിരിക്കുന്നില്ല, എന്തെന്നായാലും ഒരു 10 അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ DQ ഉണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്സ് ടിക്ക് ചെയ്ത് പോകുന്നത്. ഒരു 30 to 40 ക്വസ്റ്റ്യൻസ് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈസി ടു ആവറേജ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആൻഡ് ദെൻ മേ ബി 40 ക്വസ്റ്റ്യൻസ് എബോ ആവറേജ് വരാം, മേ ബി ആവറേജും എബോ ആവറേജും കൂടെ ഒരു 40 ക്വസ്റ്റ്യൻസ് വരാം. എന്തെങ്കിലും ഒരു 10 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ലീഗ് വരാം, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു 5-8 ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഇതിലേക്കുള്ളതാണ്. അപ്പോൾ ഇഫ് ദ MTPs are supposed to give you an idea regarding the real examination, the examination is going to be similar. If the examination is going to be similar to this, അപ്പോൾ നമ്മുടെ എക്സാം ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് വളരെ കോൺഫിഡൻസോടെ കൂടെ തന്നെ എക്സാം എഴുതാം. അപ്പോൾ ആൻഡ് ഇഫ് യു ഹവ് സീൻ ദിസ്, നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാ ഏരിയയിൽ നിന്നും വരുന്നുണ്ട്. അപ്പം എല്ലാ ടോപ്പിക്സും നമ്മൾ ഡെഫിനറ്റ്ലി റിവൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാരത്തോൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗിവൺ എ ഹിന്റ് യെസ്റ്റർഡേ 13, 14, 15 3 full days ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളും വരിക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഡെഫിനറ്റ് ആയിട്ട് ഈ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എല്ലാ ടോപ്പിക്സും നമ്മളതിൽ എന്തൊക്കെ കവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ബി കവറിംഗ് ദി എൻറ്റയർ കോൺസെപ്റ്റ്സ്, ഓൾ 18 ചാപ്റ്റേഴ്സ്. 18 ചാപ്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റ്സ് നമ്മൾ കവർ ചെയ്യും. 18 ചാപ്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റ്സ് നമ്മൾ കവർ ചെയ്യും. അതിൽ പുതിയ സിലബസിൽ ന്യൂ സിലബസിൽ വന്നിരിക്കുന്ന ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ യൂണിറ്റ് 2 സ്റ്റാറ്റിസ്റ്റിക്സിലെ യൂണിറ്റ് 2 സാമ്പിളിംഗ് എന്നൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതിലിപ്പോൾ നമുക്ക് MTPയിൽ കഴിഞ്ഞ 2 MTPയിൽ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. ആൻഡ് വിൽ ബി ഡൂയിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാം, ബട്ട് വിൽ ബി ഡൂയിങ് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഓൾ ദ ഏരിയാസ്. അപ്പോൾ അങ്ങനെ
ഇത് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഐ എം ഇന്റൻഡിങ് ടു ഡു അല്ലെങ്കിൽ വാട്ട് മൈ ഒബ്ജക്റ്റീവ് ഇസ് നമുക്കൊരു 50-60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ 3 ദിവസത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നത് ഐ ഹാവ് എ ഫീലിംഗ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ആൻഡ് വി ആർ നോട്ട് ഡൂയിങ് എ ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷൻ, ബട്ട് നമ്മുടെ എല്ലാ സിലബസ് എല്ലാ കോൺസെപ്റ്റ്സും സെലക്ടഡ് ക്വസ്റ്റ്യൻസും ചെയ്തു പോകുന്ന സമയത്ത് അറൌണ്ട് 50-60 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ നമ്മൾ മാരത്തോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റുഡൻസ് ഡിഡ് സേ ദാറ്റ് ആ ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ ആ 2 ദിവസം കൊണ്ട് ചെയ്തതിൽ തന്നെ 50-60 മാർക്കിന്റെ റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്, സിമിലർ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തവണത്തെ മാരത്തോൺ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഫ്രണ്ട്സിനോടും പറയാം. ആൻഡ് ബി പ്രിപ്പയർഡ്. കാരണം ഒരു പ്ലാനിങ് നിങ്ങൾക്ക് വേണമല്ലോ. ഇപ്പോൾ 13, 14, 15 ഞങ്ങൾ മാത്സിന്റെ മാരത്തോൺ നമുക്ക് ഒന്നിച്ചിരുന്നിട്ട് മാത്സ് ഫുൾ റിവൈസ് ചെയ്യാം. അപ്പോൾ ബാക്കി സബ്ജക്ട്സിന്റെ പഠനവും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ സീ യു ഗൈസ് ഓൺ ദ ഡേ ഓഫ് ദ മാരത്തോൺ. പഠനത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാം. പ്ലീസ് ഫോക്കസ് ഓൺലി ഓൺ യുവർ എഫേർട്സ്. ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മളെ സൈലം ക്ലാസ് റൂമിൽ ലാസ്റ്റ് സെഷൻ അവിടെ പറഞ്ഞ കാര്യമാണ്, ഫോക്കസ് ഓൺ യുവർ എഫേർട്സ്. നമ്മുടെ എഫേർട്ടിൽ മാത്രം ഫോക്കസ് ചെയ്യാം. എക്സാം എന്താവും, ക്വസ്റ്റ്യൻ പേപ്പർ എന്താവും, റിസൾട്ട് എന്താവും, ഇതിനെക്കുറിച്ച് ഒന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഫോക്കസ് ഓൺലി ഓൺ യുവർ എഫേർട്സ്. പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠനത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കരുത്, വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കരുത്. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. ഓക്കെ, സീ ഓൺ ദ ഡേ ഓഫ് മാരത്തോൺ.